അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അൽഫായിസീന അജ്മഈൻ. ബഹുമാന സ്നേഹം നിറഞ്ഞ മുത്തു മുഅ്മിനീങ്ങളെ, പവിത്രതകൾ ഏറെ നിറഞ്ഞ പരിശുദ്ധമായ സഫർ മാസത്തിൻ്റെ 9ാമത്തെ രാവിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. നാളെ 9ാമത്തെ പകലാണ്. മാത്രമല്ല ഇന്ന് വിശുദ്ധമായ സഫർ മാസത്തിൻ്റെ പുണ്യമായ ഒരു തിങ്കളാഴ്ച രാവ് കൂടിയാണ്. അള്ളാഹു താല നമ്മളിൽ നിന്നും നമ്മൾ ചെയ്യുന്ന അമലുകളെല്ലാം അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ, കബൂലാക്കി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഇൻഷാ അല്ലാ തിങ്കളാഴ്ച രാവായതുകൊണ്ട് ഒരു സ്വലാത്ത് പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ മജ്ലിസ് തുടങ്ങിയാലോ? നിരവധി ആളുകൾ ദ്വാരക്കാൻ പറഞ്ഞു. എല്ലാവർക്കും വേണ്ടി നമ്മൾ ഇൻഷാ അല്ലാ ദ്വാരക്കും. അള്ളാഹു താല നമ്മുടെ സദസ്സിനെ സ്വീകരിക്കട്ടെ. ഇൻഷാ അല്ലാ ഒരു സ്വലാത്ത് പറഞ്ഞ് നമുക്ക് നേരെ ദിക്റിൻ്റെ മജ്ലിസിലേക്ക് കിടക്കാം. സ്വലാത്ത് ഒരുപാട് കണ്ട് അധികരിപ്പിക്കണേ. കാരണം പരിശുദ്ധമായ റബീഉൽ അവ്വൽ മുത്തായ ഹബീബിൻ്റെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ മാസം ഇതാ വരാൻ ഒരുങ്ങുകയാണ്. അപ്പം അതിനു മുമ്പേ സ്വലാത്ത് അധികരിപ്പിച്ച് ആ മാസത്തെ സ്വീകരിക്കണം. പറഞ്ഞോ സ്വലാത്ത്, ഒരുപാട് നേട്ടമുള്ള സ്വലാത്ത്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്നുള്ളതാണ് ഇസ്തിഗ്ഫാറിൻ്റെ യഥാർത്ഥ വചനം. എന്നാൽ മഹത്തുക്കളായ ഒരുപാട് മഹാന്മാർ, പണ്ഡിതന്മാർ, അവരൊക്കെ ഈ ഇസ്തിഗ്ഫാർ പല രൂപത്തിലും പറഞ്ഞു തന്നിട്ടുണ്ട്.
ഇൻഷാ അല്ലാഹ് നമുക്ക് അതിൽപ്പെട്ട ഒരു അള്ളാഹുവിൻ്റെ 2 ഇസ്മുകൾ കൂടി ചേർത്തിട്ട് പറയുന്ന ഇസ്തിഗ്ഫാർ നമുക്കതൊന്ന് പറയാം. അള്ളാഹു താല നമ്മുടെയും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരുടെയും, പ്രത്യേകിച്ച് നമ്മളിൽ നിന്നും മരണപ്പെട്ട എല്ലാവർക്കും അള്ളാഹു താല പുറത്തു കൊടുക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ തെറ്റുകളും അള്ളാഹു താല മായ്ച്ച് നമുക്ക് ഒരുപാട് നന്മകൾ അല്ലാഹു തആല തരട്ടെ. ആമീൻ. പറഞ്ഞു, ഇസ്തിഗ്ഫാർ പറഞ്ഞു. അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. 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 അസ്തഗ്ഫിറുല്ലാഹൽ العظيم إنه هو الغفور الرحيم. أستغفر الله 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 العظيم إنه هو الغفور الرحيم. അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽപ്പെട്ട വളരെ പ്രാധാന്യമുള്ള ഒരു ഇസ്മ, ഇൻഷാ അല്ലാഹ് 2 ഇസ്മുകൾ, അത് ചേർത്ത് നമുക്കൊന്ന് പറഞ്ഞാലോ. എന്നെന്നും ജീവിച്ചിരിക്കുന്ന എല്ലാത്തിനും കഴിവുള്ള അള്ളാഹുവേ എന്നർത്ഥം വരുന്ന നിരവധി ഇസ്മുകളുണ്ട്. അതുപോലെ തന്നെ ഭക്ഷണം നൽകുന്ന, റിസ്ക് നൽകുന്ന, അതുപോലെ നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും അല്ലാഹു തആല എളുപ്പം നൽകുന്ന, അങ്ങനെ ഒരുപാട് അർത്ഥങ്ങളുള്ള പല പല ഇസ്മുകളുണ്ട്. അതിൽപ്പെട്ട വളരെ പ്രാധാന്യമുള്ള ഇസ്മുൽ ആലമാണെന്ന് പോലും അഭിപ്രായമുള്ള 2 ഇസ്മുകൾ ഇൻഷാ അല്ലാഹ് നമുക്കൊന്നിച്ച് പറഞ്ഞാലോ. يا حي يا قيوم يا ذا الجلال والإكرام. 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 يا
حي يا قيوم يا ذا الجلال والإكرام يا حي يا قيوم يا ذا الجلال والإكرام يا حي يا قيوم يا ذا الجلال والإكرام يا حي يا قيوم يا ذا الجلال والإكرام يا حي يا قيوم يا ذا الجلال والإكرام يا حي يا قيوم يا ذا الجلال والإكرام يا حي يا قيوم يا ذا الجلال والإكرام يا حي يا قيوم يا ذا الجلال والإكرام يا حي يا قيوم يا ذا الجلال والإكرام يا حي يا قيوم يا ذا الجلال والإكرام يا حي يا قيوم يا ذا الجلال والإكرام يا حي يا قيوم يا ذا الجلال والإكرام يا حي يا قيوم يا ذا الجلال والإكرام يا حي يا قيوم يا ذا الجلال والإكرام يا حي يا قيوم يا ذا الجلال والإكرام يا حي يا قيوم يا ذا الجلال والإكرام يا حي يا قيوم يا ذا الجلال والإكرام يا حي يا قيوم يا ذا الجلال والإكرام يا حي يا قيوم يا ذا الجلال والإكرام يا حي يا قيوم يا ذا الجلال والإكرام يا حي يا قيوم يا ذا الجلال والإكرام يا حي يا قيوم يا ذا الجلال والإكرام يا حي يا قيوم يا ذا الجلال والإكرام يا حي يا قيوم يا ذا الجلال والإكرام يا حي يا قيوم يا ذا الجلال والإكرام يا حي يا قيوم يا ذا الجلال والإكرام يا حي يا قيوم يا ذا الجلال والإكرام. പരിപാവനമായ സഫർ മാസത്തിലേക്ക് നമ്മൾ എല്ലാവരും കടന്നു. അൽഹംദുലില്ലാ അല്ലേ. സഫർ മാസത്തിന്റെ ഓരോ ദിവസങ്ങളും ഇങ്ങനെ കടന്നു പോവുകയാണ്. അപ്പോൾ ഈ സഫർ മാസത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ മാത്രമല്ല, എല്ലാ മാസത്തിലും നമ്മൾ സുബഹി നമസ്കാരം കഴിഞ്ഞും അതുപോലെ തന്നെ മഗ്രിബ് നമസ്കാരം കഴിഞ്ഞും രാവിലെയും വൈകിട്ടും എന്തായാലും നമ്മൾ ഒരു നിർബന്ധ ബുദ്ധിയാ ചൊല്ലിയിരിക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്റാണ്, ഒരു കാവലിൻ്റെ ദിക്റാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ പറയാൻ പോകുന്നത്. ഇതൊരു ദുആയാണ്. എല്ലാവിധത്തിലുള്ള ആപത്ത് മുസീബത്തുകളെ തൊട്ടുള്ള കാവൽ കിട്ടുന്ന ഒരു പുണ്യമായ ഒരു ദിക്റാണ്. ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് പറഞ്ഞാലോ? പറഞ്ഞോ. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم.
العليم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പേര് ജോലി ആഗ്രഹിക്കുന്നവരുണ്ട്, വീട് പണി എളുപ്പത്തിലാവാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ മക്കളുടെ വിവാഹം ശരിയാവാൻ, നല്ലൊരു വരനെ കിട്ടാൻ, നല്ലൊരു വധുവിനെ കിട്ടാൻ, നല്ലൊരു വാഹനം കിട്ടാൻ, അല്ലെ നല്ലൊരു ജോലി കിട്ടാൻ ഒക്കെ കൊതിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. നമ്മുടെ മനസ്സിൽ ഒരുപാട് ആവശ്യങ്ങളുണ്ട്. നമ്മുടെ മാത്രമല്ല, നമ്മളോട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവർക്കും ഒരുപാട് ആവശ്യങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെയും നമ്മളോട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുടെയും എല്ലാ നല്ല ഉദ്ദേശങ്ങളും അല്ലാഹുവേ സഫലീകരിച്ച് തരണേ എന്നർത്ഥം വരുന്ന ഒരു ദുആയാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇനി അടുത്തതായി പറയുന്നത്. എല്ലാവരും ഒന്നിച്ചു പറഞ്ഞു, നല്ല ആത്മാർത്ഥതയോടുകൂടി പറയും. اللهم اقض حاجاتنا وحاجة من أوصانا بالدعاء يا قاضي الحاجات اللهم اقض حاجاتنا وحاجة من أوصانا بالدعاء يا قاضي الحاجات اللهم اقض حاجاتنا وحاجة من أوصانا بالدعاء يا قاضي الحاجات اللهم اقض حاجاتنا وحاجة من أوصانا بالدعاء يا قاضي الحاجات اللهم اقض حاجاتنا وحاجة من أوصانا بالدعاء يا قاضي الحاجات اللهم اقض حاجاتنا وحاجة من أوصانا بالدعاء يا قاضي الحاجات اللهم اقض حاجاتنا وحاجة من أوصانا بالدعاء يا قاضي الحاجات اللهم اقض حاجاتنا وحاجة من أوصانا بالدعاء يا قاضي الحاجات اللهم اقض حاجاتنا وحاجة من أوصانا بالدعاء يا قاضي الحاجات اللهم اقض حاجاتنا وحاجة من أوصانا بالدعاء يا قاضي الحاجات اللهم اقض حاجاتنا وحاجة من أوصانا بالدعاء يا قاضي الحاجات اللهم اقض حاجاتنا وحاجة من أوصانا بالدعاء يا قاضي الحاجات اللهم اقض حاجاتنا وحاجة من أوصانا بالدعاء يا قاضي الحاجات اللهم اقض حاجاتنا وحاجة من أوصانا بالدعاء يا قاضي الحاجات اللهم اقض حاجاتنا وحاجة من أوصانا بالدعاء يا قاضي الحاجات اللهم اقض حاجاتنا وحاجة من أوصانا بالدعاء يا قاضي الحاجات اللهم اقض حاجاتنا وحاجة من أوصانا بالدعاء يا قاضي الحاجات
الحاجات اللهم اقض حاجاتنا وحاجة من أوصانا بالدعاء يا قاضي الحاجات اللهم اقض حاجاتنا وحاجة من أوصانا بالدعاء يا قاضي الحاجات اللهم اقض حاجاتنا وحاجة من أوصانا بالدعاء يا قاضي الحاجات اللهم اقض حاجاتنا وحاجة من أوصانا بالدعاء يا قاضي الحاجات اللهم اقض حاجاتنا وحاجة من أوصانا بالدعاء يا قاضي الحاجات. അൽഹംദുലില്ലാ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഇന്നത്തെ ഈ ദിക്റിന്റെ സ്വലാത്തിന്റെ തസ്ബീഹിന്റെ മജ്ലിസ് അല്ലാഹു തആല സ്വീകരിക്കട്ടെ, പടച്ചവൻ കബൂലാക്കട്ടെ. ഓരോ ദിക്റിനും സ്വലാത്തിനും ഒക്കെ ഉള്ള ഓരോ അല്ലാഹുവിന്റെ ഇസ്മും പറയുമ്പോഴുള്ള വ്യത്യസ്തമായ ഗുണങ്ങൾ അതെല്ലാം അല്ലാഹു തആല നമുക്ക് തന്ന് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നമുക്ക് ബാക്കി സൂറത്തുൽ ഫാത്തിഹ ഇഖ്ലാസ് ഒക്കെ ഓതി നമുക്ക് ദുആയിലേക്ക് കടക്കാം. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. رب ارحمهما كما ربياني صغيرا. അർഹമുർ റഹീമീനായ കരുണയുള്ള മലിക്കുൽ ജബ്ബാറായ രാജസയ്യിദായ റബ്ബേ റഹ്മാനെ, ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ സ്വീകരിക്കണേ നാഥ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ, ഞങ്ങളുടെ ദുആ, ഞങ്ങളുടെ ദിക്ർ, ഔറാദുകളെല്ലാം നീ കബൂലാക്കണേ റഹ്മാനെ. അല്ലാഹുവേ പറഞ്ഞതിലും ഓതിയതിലും ഒരുപാട് കുറവുകളുണ്ട്, തെറ്റുകളുണ്ട്, എല്ലാം നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാ. ഞങ്ങളിൽ നിന്നും ഞങ്ങളുടെ അമലുകൾ സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ ജീവിതത്തിൽ ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയവരാണ്, ഒരുപാട് മോശത്തരങ്ങൾ ചെയ്തു പോയവരാണ്, എല്ലാം നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടുപോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബാദികൾ എല്ലാവർക്കും നീ സ്വർഗം നൽകണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളൊക്കെ മരിച്ച് ഖബറിലേക്ക് ചെല്ലാനുള്ളവരാണ്, ഞങ്ങളുടെ ഖബറും നീ വിശാലമാക്കി തരണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഇരിക്കുന്ന ഉമ്മമാരെ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ സദസ്സിലുള്ള വാപ്പമാരെ കബൂലാക്കണേ അല്ലാ. ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പ്രയാസപ്പെടുന്ന അല്ലാഹുവേ ഞങ്ങളുടെ ഭർത്താക്കന്മാർ, ഞങ്ങളുടെ മക്കൾ എല്ലാവർക്കും നീ ഖൈർ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്യുന്ന ഞങ്ങളുടെ ഉമ്മമാർ, ഞങ്ങളുടെ ഭാര്യമാർ, സഹോദരിമാർ, അവർക്ക് നീ എല്ലാവിധത്തുള്ള ബറക്കത്തും കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, പരിശുദ്ധമായ സഫർ മാസത്തിലാണുള്ളത്, സഫർ മാസം ഞങ്ങൾക്ക് നീ അനുകൂലമാക്കണേ അല്ലാ. നിനക്ക് തൃപ്തിപ്പെട്ട ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്ത് അവസാനം മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് മരിക്കാനുള്ള മഹാ സൗഭാഗ്യം തരണേ അല്ലാ.
അള്ളാഹുവേ ഞങ്ങളുടെ വീഡിയോകൾക്ക് താഴെ, പ്രത്യേകിച്ച് ഞങ്ങളുടെ ഈ മജ്ലിസുകൾക്ക് താഴെ നിരവധി അനവധി ഉമ്മമാരും ഒപ്പമാരും ദുആ വസിയത്ത് പറയുന്നവരാണ്, എഴുതുന്നവരാണ്, അതുപോലെ തന്നെ നേരിട്ട് കണ്ട് പറയുന്നവരുണ്ട്. റഹ്മാനെ, ആരെല്ലാം എന്തെല്ലാം ദുആ വസിയത്ത് പറഞ്ഞോ അവരുടെയും ഞങ്ങളുടെയും എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരണേ അല്ലാഹുവേ. സങ്കടങ്ങൾ നീ ദൂരീകരിക്കണേ രോഗങ്ങൾക്ക് നീ ശിഫാ തരണേ കടങ്ങൾ മാറ്റിത്തരണേ അല്ലാഹുവേ. കടക്കാരായി ഞങ്ങളെ നീ മരിപ്പിക്കല്ലേ അല്ലാഹുവേ. മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്ത് മരിക്കുന്നവരുടെ കൂട്ടത്തിൽ, നിസ്കരിക്കുന്നതിന്റെ ഇടയിൽ മരിക്കുന്നവരുടെ കൂട്ടത്തിൽ, നോമ്പുകാരായി മരിക്കുന്നവരുടെ കൂട്ടത്തിൽ, ഖുർആൻ ഓതിക്കൊണ്ട് മരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെയൊക്കെ നീ ഉൾപ്പെടുത്തണേ ഖൈറായ മരണം തരണേ അതിനു മുമ്പ് ഞങ്ങൾക്ക് എല്ലാവർക്കും അല്ലാഹുവേ ദുനിയാവിൽ ആഫിയത്തോടെ ആരോഗ്യത്തോടെ നിന്നെ ത്വാഅത്തിലായി നിന്നെ അനുസരിച്ച് ജീവിക്കാനുള്ള മഹാസൗഭാഗ്യം തരണേ അല്ലാഹുവേ. മരിക്കുന്ന ദിവസം വരെ അല്ലാഹുവേ കൃത്യമായി നിസ്കരിക്കുന്നവരിൽ ഉൾപ്പെടുത്തണേ നോമ്പ് പിടിക്കാൻ ഒരുപാട് സുന്നത്തും ഫർദുമായ നോമ്പുകൾ പിടിക്കാൻ അനുഷ്ഠിക്കാൻ തൗഫീക്ക് തരണേ അല്ലാഹുവേ. ഈ വർഷം ഹജ്ജിന് പോവാൻ ആഗ്രഹിക്കുന്ന, അതിനുവേണ്ടി തയ്യാറാകുന്ന ഉമ്മമാരുപ്പമാര്, അവർക്ക് നീ മഖബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ചെയ്യാനുള്ള അവസരം കൊടുക്കണേ ഞങ്ങൾക്കൊക്കെ ഉംറക്ക് പോവാനുള്ള തൗഫീക്ക് തരണേ അല്ലാഹുവേ. ഞങ്ങളുടെ മനാമിൽ ഞങ്ങളുടെ നേതാവ് കരളിന്റെ കരളായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കാണാനുള്ള മഹാസൗഭാഗ്യം തരണേ ഞങ്ങൾ ചൊല്ലുന്ന സ്വലാത്തുകൾ നീ മദീനയിലേക്ക് എത്തിക്കണേ ഞങ്ങളുടെ പ്രയാസ പ്രശ്നങ്ങൾ ദൂരീകരിക്കണേ മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് ഖൈറായ മക്കളെ കൊടുക്കണേ റബ്ബേ. വിവാഹ പ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാതെ വിഷമിക്കുന്ന ഒരുപാട് സഹോദരിമാര് സഹോദരങ്ങൾ, ഖൈറായ ഇണകളെ അവർക്ക് നീ കൊടുക്കണേ നല്ല മക്കളെ ഞങ്ങൾക്ക് തരണേ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള മക്കളിൽ നീ സ്വലാഹിയത്ത് നിറച്ചു തരണേ റഹ്മാനെ. വീടില്ലാതെ വിഷമിക്കുന്നവർക്ക് ഖൈറായ വീട് കൊടുക്കണേ ജോലിയില്ലാതെ സങ്കടപ്പെടുന്ന ഒരുപാട് മുഅ്മിനീങ്ങൾ ഖൈറായ ജോലി കൊടുക്കണേ അല്ലാഹുവേ. പടച്ചവൻ ഞങ്ങളുടെ കച്ചവടം ബിസിനസ് എല്ലാത്തിനും നീ അഭിവൃദ്ധി തരണേ ഞങ്ങളുടെ കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും തരണേ വഴക്കുകളെ തൊട്ട് ഛിദ്രതകളെ തൊട്ട് അല്ലാഹുവേ പിണക്കങ്ങളെ തൊട്ട് കാക്കണേ റബ്ബേ. അല്ലാഹുവേ പടച്ചവനെ എല്ലാവിധത്തിലുള്ള ഷർറ് ബല മുസീബത്ത് ആപത്ത് കണ്ണേർ സിഹ്റിനെ തൊട്ട് ഞങ്ങളെയും ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ, പ്രത്യേകിച്ച് ഞങ്ങളുടെ വീട്, ഞങ്ങളുടെ മക്കൾ, അല്ലാഹുവേ ഞങ്ങളുടെ വാഹനം, ഞങ്ങളുടെ എല്ലാ ഇടപെടലുകൾ അല്ലാഹുവേ നീ കാക്കണേ ഞങ്ങളുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ റബ്ബേ, സ്വാലിഹാത്തുകളാക്കണേ അല്ലാഹുവേ. അവരുടെ പഠനത്തിൽ നീ ബറക്കത്ത് കൊടുക്കണേ ഞങ്ങളുടെ മക്കളുടെ ജോലി, അതുപോലെ തന്നെ ഞങ്ങളുടെ മക്കളുടെ വിവാഹ ജീവിതങ്ങൾ എല്ലാത്തിനും നീ ഖൈറും സമാധാനവും റാഹത്തും സന്തോഷവും കൊടുക്കണേ അല്ലാഹുവേ. പടച്ചവനെ, ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ചോദിക്കാനുണ്ട്. പല അസുഖങ്ങളുമായി ബന്ധപ്പെട്ട് ദുആരക്കാൻ പറഞ്ഞവരുണ്ട്. ക്യാൻസർ പോലെ, ബ്രെയിൻ ട്യൂമർ പോലെ പനി പടർന്നു പിടിക്കുന്ന സമയമാണ് റബ്ബേ. എല്ലാവിധത്തിലുള്ള രോഗങ്ങളെ തൊട്ടും അല്ലാഹുവേ നീ കാവൽ തരണേ ശിഫാ തരണേ അല്ലാഹുവേ. ആർക്കെല്ലാം എന്തെല്ലാം അസുഖങ്ങളുണ്ടോ നീ ശിഫയാക്കി കൊടുക്കണേ ലോക മുസൽമാന് നീ ഇസ്സത്ത് കൊടുക്കണേ റബ്ബേ, അഭിമാനം കൊടുക്കണേ ഫലസ്തീനിൽ, ഗസയിൽ ഞങ്ങളെ പാവപ്പെട്ട സഹോദരന്മാര് പട്ടിണിയിലാണ്, ദാരിദ്ര്യത്തിലാണ്, ഉപരോധത്തിലാണ് റബ്ബേ. അവർക്ക് നീ സമാധാനം കൊടുക്കണേ റബ്ബേ, വിജയം കൊടുക്കണേ അല്ലാഹു. ഞങ്ങളുടെ ഇന്ത്യയിൽ തന്നെ പല സംസ്ഥാനങ്ങളിലും പല പ്രശ്നങ്ങളാണ്, പ്രയാസങ്ങളാണ്. ഞങ്ങളുടെ പാവപ്പെട്ട മുസ്ലിം സഹോദരന്മാർ പ്രതിസന്ധിയിലാണ്. അവർക്കൊക്കെ നീ സമാധാനം കൊടുക്കണേ ഞങ്ങളുടെ ശത്രുക്കളുടെ ശക്തിയെ നീ ക്ഷയിപ്പിച്ചു കളയണേ റബ്ബേ. ഇസ്ലാമിനെ അല്ലാഹുവേ മുസ്ലിമീങ്ങളെ നീ സഹായിക്കണേ അല്ലാഹുവേ. പടച്ചവനെ, ഞങ്ങളുടെ മജ്ലിസ് നീ സ്വീകരിക്കണേ ഇതിൽ നീ കബൂലാക്കണേ ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസ് ആക്കണേ റബ്ബേ. പടച്ചവനെ, ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ചോദിക്കാനുണ്ട്. എല്ലാം ഞങ്ങൾക്ക് ഖൈറായ സമയത്ത് നീ ഖൈറായതുപോലെ തരണേ എല്ലാ ഷർറ് ബലാ മുസീബത്തുകളെ തൊട്ടും കാക്കണേ ആമീൻ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ മജ്ലിസ് അല്ലാഹു തആല സ്വീകരിക്കട്ടെ. നാളെയും നമ്മുടെ ഇതുപോലുള്ള മജ്ലിസ് ഉണ്ടാകും. കഴിയുന്നവരൊക്കെ പങ്കെടുക്കുക. മറ്റുള്ളവർക്ക് ഈ മജ്ലിസിന്റെ ലിങ്കുകളൊക്കെ എത്തിച്ചു കൊടുക്കുക. ഒരു ലൈക്ക് കൊടുത്തെങ്കിലും നിങ്ങൾ ഈ മജ്ലിസിന്റെ ഭാഗവാക്കാണ് എന്ന് അറിയിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെല്ലാവരെയും ഖബൂലാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ദുആവസിയത്തോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നു. ഇൻഷാ അല്ലാഹ് നാളെ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.